ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അധികം അറിയപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കേട്ടാ. അപ്പൊ ഈയിടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ചെപ്പാറ. അപ്പൊ ഇവിടേക്ക് പോകണമെന്ന് കുറെ നാളായി വിചാരിക്കണം. അങ്ങനെ ഇന്ന് പോയിട്ടാ. അപ്പൊ അവിടെ പോയപ്പോഴേ അവിടെ ടൂറിസം കേന്ദ്രം സംരക്ഷിക്കാനുള്ള CPM സമരമൊക്കെ നടക്കണ്ടേ. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ മലര മോളിൽ കയറിയിട്ടാ. അങ്ങനെ മോളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബോർഡ് ഉണ്ടായിട്ടാ, മാലിന്യൊന്നും വലിച്ചെറിയരുത്, കത്തിക്കരുതെന്നൊക്കെ. നേരെ ചെന്ന് നോക്കുമ്പോ തന്നെ ഫുള്ള് അതാ കണ്ടത് അവിടെ. ചെപ്പാറാന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഒരു പാറ കേട്ടാ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെയാണ്. ഇവിടെ മുനിയറൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഈ പണ്ട് കാലത്ത് മുനിമാര് വന്ന് ഇവിടെ തപസ്സൊക്കെ ഇരുന്നിട്ടെന്നൊക്കെ പറയണത്. അങ്ങനെ അതൊക്കെ നോക്കുമ്പോൾ ഒരു ഫാമിലി വന്നത് ഒരു പാറ തള്ളിയിടാൻ നോക്കാറുണ്ടാ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ നേരെ തൃശ്ശൂർക്ക് പോയി. അപ്പൊ ആ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ നടക്കല്ലേ. അപ്പൊ എക്സിബിഷൻ കാണാന്ന് വെച്ച് അങ്ങോട്ട് അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് പിന്നെ ഉള്ളിൽ കയറിയിട്ടാ. എല്ലാ കൊല്ലം പൂരത്തിന്റെ എക്സിബിഷൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഈ വട്ടം. വലുതായിട്ട് എനിക്ക് മാറ്റമൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ പഴയ കാല മിഠായികളൊക്കെ ഉണ്ടായിട്ടാ. അതൊക്കെ കണ്ടപ്പോൾ നൊസ്റ്റ് അടിച്ച് അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ പോന്ന്. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ കണ്ടൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ബജ്ജി കഴിച്ചിട്ടാ. അപ്പോൾ കോളിഫ്ലവർ ബജ്ജിയാണ് കഴിച്ചത്. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ആക്ടിവിറ്റി ഒക്കെ കണ്ടപ്പോൾ അതിൽ കയറാന്ന് വെച്ച്. അങ്ങനെ പിന്നെ അവിടുത്തെ ജയന്റ് വീലിൽ 2 ടിക്കറ്റ് കൊടുത്ത് നേരെ ജയന്റ് വീലിൽ കയറിയിട്ടാ. അങ്ങനെ എക്സിബിഷൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തിറങ്ങി. അപ്പം തന്നെ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ പിന്നെ നേരെ നേരെ ജ്യൂസിൽ പോയിട്ട് ഒരു ലോഡഡ് ഫ്രൈസ് കഴിച്ച്. അപ്പം സിസ്ലിംഗ് ഫ്രൈസാണ് കഴിച്ചത്. അപ്പം അതും കഴിച്ച് വലിയ ഇഷ്ടമൊന്നായില്ല. അങ്ങനെ ഞങ്ങൾ പോന്ന്. അപ്പോൾ ഓക്കെ ബൈ.